രാവിലെ 9 മണിക്ക് ലാപ്ടോപ്പ് തുറക്കും. വൈകുന്നേരം 5 മുതൽ 6 മണി 5 അല്ലെങ്കിൽ 6 മണി ആവുമ്പോൾ ലാപ്ടോപ്പ് അടയ്ക്കും. നേരെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് വരും. ഒന്ന് നടുവ് നേരെ ഒന്ന് നിവർത്താൻ പോലും പറ്റുന്നില്ല. ഇത് IT പ്രൊഫഷണൽസ് മാത്രമല്ല, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അക്കൗണ്ടൻസ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഓഫീസ് സ്റ്റാഫ്സ്, വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളുകൾ, ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ഒരു കംപ്ലൈന്റ് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരേ ഓഫീസിൽ ഒരേപോലത്തെ ചെയറിൽ ഇരിക്കുന്ന ജോലി ചെയ്യുന്ന രണ്ട് വ്യക്തികൾ, ഒരാൾക്ക് സിവിയർ ആയിട്ടുള്ള നടുവേദനയുണ്ട്, മറ്റൊരാൾക്ക് വേദനയില്ല. എന്തുകൊണ്ട്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇരിക്കുന്നത് മാത്രമാണോ പ്രോബ്ലം? അതല്ല, ആ ഇരിക്കുന്നതല്ലാതെ മറ്റെന്തെങ്കിലും അണ്ടർലൈഡ് ആയിട്ടുള്ള മറ്റുള്ള ലേയേഴ്സ് ഉള്ള പ്രോബ്ലംസ് ഉണ്ടോ? ആയിരക്കണക്കിന് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. എൻഡ് ഓഫ് ദ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക് പെയിനിന്റെ എക്സാക്ട് റീസൺ അറിയാൻ സാധിക്കും ആൻഡ് എക്സാക്ട്ലി വാട്ട് ടു ഡു അബൌട്ട് ഇറ്റ്. ഞാൻ ഡോക്ടർ ശരത് കൃഷ്ണ, ഋഷഭാദ്രി സ്പൈൻ റിസർച്ച് സെന്ററിൽ സ്പൈൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഡെയിലി IT പ്രൊഫഷണൽസ്, ബാങ്ക് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, നേഴ്സസ്, ഇങ്ങനെ സെഡിനറി ജോബ്സ് ചെയ്യുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. മോഡേൺ ഓർത്തോപീഡിക്സും ആയുർവേദിക് സ്പൈൻ കെയറും ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്ന അപ്രോച്ചാണ് ഞങ്ങളുടേത്. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് വെറും തിയറി അല്ല. റിയൽ പേഷ്യൻസ് ഉണ്ട്, റിയൽ പാറ്റേൺസ് ഉണ്ട്, ഒപ്പം റിയൽ സൊല്യൂഷനും ഞാനിവിടെ പറയുന്നുണ്ടാവും. ആദ്യം തന്നെ പറയട്ടെ, ഒരു ഫണ്ടമെന്റൽ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ സ്പൈൻ എന്നത് ഒരു മിഷനൈസ് അല്ല, അതൊരു ലിവിങ് സിസ്റ്റമാണ്. ഇതിൽ 33 വെർട്ടിബ്രേസ് ഉണ്ട്, 23 ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് ഉണ്ട്, നൂറുകണക്കിന് മസിൽസ് ഉണ്ട്, ലിഗമെന്റ്സ് ഉണ്ട്, നെർവ്സ് ഉണ്ട്. ഇവയെല്ലാം തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുമുണ്ട്. ഈ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ചലനം, മൂവ്മെന്റ്. മൂവ്മെന്റ് ഉള്ളപ്പോൾ മാത്രമാണ് ഡിസ്കിന് ന്യൂട്രിയൻ സപ്ലൈ ഉണ്ടാവും. മസിൽസ് ആക്റ്റീവ് ആയിരിക്കുകയും നെർവ് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുകയും ചെയ്യുന്നത് മൂവ്മെന്റ് ഉള്ളപ്പോൾ മാത്രമാണ്. ഈ ഒരു മൂവ്മെന്റ് ഇല്ലാതാകുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുക. ഡിസ്കുകൾ ഡീഹൈഡ്രേറ്റ് ചെയ്യും, മസിൽസ് അട്രോഫി ഉണ്ടാവും, നെർവ്സ് സെൻസിറ്റൈസ്ഡ് ആകും. ഇതാണ് സെഡിനറി ജോബിന്റെ റിയൽ ഡേഞ്ചർ എന്ന് പറയുന്നത്. നോക്കൂ, ഒരു IT പ്രൊഫഷണലിന്റെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകാം. രാവിലെ ഓഫീസിലേക്ക് വരുന്നു, കസേരയിൽ ഇരിക്കുന്നു, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, കഴിക്കാനിരിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങി നടന്ന് സംസാരിക്കാനായിട്ട് ഇരിക്കുന്നു, ചായ കുടിക്കാൻ നേരം ഇരിക്കുന്നു, ഈവനിങ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് കാറിൽ ഇരുന്ന് വരുന്നു, വീട്ടിൽ വന്നു കഴിക്കാനിരിക്കുന്നു, സോഫയിലേക്ക് ഇരിക്കുന്നു, കിടക്കുന്നു. ഇതില് ഈ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കിയാൽ ഇതിൽ 10 മുതൽ 14 മണിക്കൂർ വരെ ശരീരം നിയർലി ഒരു സ്റ്റാറ്റിക് സ്റ്റേറ്റ് തന്നെയാണ്. ഹ്യൂമൻ ബോഡിയുടെ എവല്യൂഷനിൽ ഹ്യൂമൻ ബോഡിക്ക് ഒരു ദിവസം മിനിമം 8000 to 10,000 സ്റ്റെപ്സ് മൂവ്മെന്റ് ചെയ്യേണ്ടതായിരിക്കുന്നു. ഇന്ന് ഒരു ആവറേജ് IT എംപ്ലോയി വാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് 1500 മുതൽ 2000 സ്റ്റെപ്പ് വരെ മാത്രമാണ്. ഇത് ബയോളജിക്കലി മിസ്മാച്ച് ആണ്. ഇതിന്റെ ഒരു എപ്പിഡമിക് ആയ ബാക്ക് പെയിനിന്റെ കാരണവും ഇത് തന്നെയാണ്, ഇതിന്റെ ഒരു അടിസ്ഥാനവും ഇത് തന്നെയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് ഇരിക്കുന്നത് തെറ്റാണ് എന്നാണ്. ഇത് കംപ്ലീറ്റ് പിക്ചർ അല്ല. ഇരിക്കുന്നത് സ്പൈനിന് ഇൻഹറന്റ്ലി ഹാർംഫുൾ അല്ല. പ്രോബ്ലം ആകുന്നത് ഒരേ പൊസിഷനിൽ എക്സ്റ്റെൻഡഡ് ഡ്യൂറേഷനിൽ ഇരിക്കുമ്പോഴാണ്. ക്ലിനിക്കൽ ടേംസിൽ ഇതിനെ സ്റ്റാറ്റിക് ലോഡിംഗ് എന്നാണ് പറയുക. ഒരു പൊസിഷനിൽ 20 മിനിറ്റിൽ കൂടുതൽ ഇരിക്കുമ്പോൾ ലംബാർ സ്പൈനിൽ ഇൻട്രാഡിസ്കൽ പ്രഷർ ക്രമാതീതമായി കൂടും, പോസ്റ്റീരിയർ മസിൽ ഫാറ്റിഗ് ഉണ്ടാകും, ലിഗമെന്റസ് ഡീപ്പ് ആരംഭിക്കും. ഇത് ദീർഘകാല അളവിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാക്കും. ഡിസ്കിൽ ന്യൂട്രീഷൻ സപ്ലൈ ആകുന്നത് മൂവ്മെന്റിൽ കൂടിയാണ്. ഡിഫ്യൂഷൻ മെക്കാനിസം ആണ് അവിടെ നടക്കുക. മൂവ്മെന്റ് ഇല്ലെങ്കിൽ ഡിസ്കിൽ ന്യൂട്രീഷൻ റീച്ച് ആകില്ല. ഗ്രാജുവലി ഡിസ്ക് ഡീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് ശരിക്കും സിറ്റിംഗിന്റെ റിയൽ ഡേഞ്ചർ. ഡ്യൂറേഷൻ ആണ്, നോട്ട് ദാറ്റ് ഇരിക്കുന്ന ആക്ട് ഇറ്റ്സെൽഫ് അല്ല. ഇതിന്റെ സൊല്യൂഷൻ വളരെ വളരെ ലളിതമാണ്. മൂവ്മെന്റ് ബ്രേക്സ് എവരി 30 മിനിറ്റ്സ്. ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഡാമേജ് സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ ഒരു ചെറിയ ബ്രേക്കുകൾ എടുക്കുക. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള മിസ്റ്റേക്സിനെ ഒന്ന് നോക്കാം. ഈ മിസ്റ്റേക്സ് ഞാൻ ഡെയിലി ക്ലിനിക്കിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്നതാണ്. ഒന്ന്, തല മുന്നോട്ട് വെച്ചിരിക്കുന്നത്.
ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ തല മുന്നോട്ട് നോക്കിയിരിക്കുന്ന ഒരു ശീലം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹെഡ് ഏകദേശം 5 മുതൽ 6 കിലോഗ്രാം വെയിറ്റ് ആണ് ഉള്ളത്. ന്യൂട്രൽ പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ സെർവിക്കൽ സ്പൈൻ മാനേജ് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് 5 മുതൽ 6 കിലോഗ്രാം വരെയാണ്. അത് 15% മുന്നോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ശരീരം താങ്ങുന്നത് 12 കിലോ ആയി മാറും. 30% മുന്നോട്ടേക്ക് ആയപ്പോൾ അത് 18 കിലോയായി മാറും. ഇനി 45% മുന്നോട്ട് വരുമ്പോൾ 22 കിലോയായി മാറുന്നുണ്ട്. ഇനി അത് ഒരു 60% മുന്നോട്ട് വരുമ്പോൾ അത് 27 കിലോയായി വരുന്നുണ്ട്. ഇത് ഒരു ദിവസം 6 മുതൽ 8 മണിക്കൂർ ആകുമ്പോൾ സെർവിക്കൽ മസിൽസ്, ലിഗമെന്റ്സ്, ഡിസ്കില് ക്യുമുലേറ്റീവ് ഡാമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പറിലുള്ള ബാക്ക് പെയിൻ ഉണ്ടാവും, നെക്ക് പെയിൻ ഉണ്ടാവും, ഹെഡ് ഏക്ക്, ഇതെല്ലാം ഇതിന്റെ ഒരു ഔട്ട്കം ആയി മാറുന്നു. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ലളിതമായ ഒരു ഹാബിറ്റ് സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാവും. ബാക്ക് പോക്കറ്റിൽ വാലറ്റ് ഇരിക്കുന്നതാണ് അത്. ഇരിക്കുമ്പോൾ പെൽവിക് എസിമെട്രി ഉണ്ടാവുകയും ഒരു സൈഡ് ഉയർന്നിരിക്കും. ഇതിനെ ലംബാർ സ്പൈനിൽ ലാറ്ററൽ ഡീവിയേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇത് ലോങ് ടേമിലേക്ക്, ദീർഘകാല അടിസ്ഥാനത്തിൽ ഫങ്ഷണൽ സ്കോളിയോസിസ്, അതുപോലെ തന്നെ സാക്രോ ഇലിയാക് ജോയിന്റ് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. നിങ്ങളുടെ പാന്റിന്റെ പോക്കറ്റിൽ വെക്കുന്ന പേഴ്സിനെ ഫ്രണ്ടിലേക്കോ മറ്റ് എങ്ങോട്ടേലും ഒന്നും മാറ്റി വെച്ചാൽ മതി. ഈ ഒരൊറ്റ മാറ്റം അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ശരീരത്തിൽ ഉണ്ടാവുക. മൂന്നാമതായിട്ട് ഉള്ള നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഈറ്റ് ആൻഡ് വർക്ക് എന്നുള്ളതാണ്. അതായത് നമ്മൾ ലഞ്ച് ബ്രേക്ക് ആവട്ടെ, ബ്രേക്ക് ടൈമിൽ നമ്മൾ കഴിക്കുന്നു, എഗെയിൻ വർക്കിലേക്ക് പോകുന്നു. അവിടെ ബോഡിക്ക് മൂവ്മെന്റ് മിസ് ചെയ്യപ്പെടുകയാണ്. ഫിസിയോളജിക്കലി പോസ്റ്റ് മീൽ പീരീഡ് എന്ന് പറയുന്നത് പാരാസിമ്പതറ്റിക് ആക്ടിവേഷൻ ഉണ്ടാക്കുന്ന ടൈമാണ്. ഈ ടൈമിൽ 5 മുതൽ 10 മിനിറ്റ് വാക്ക് ചെയ്താൽ, നടന്നാൽ നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ആകും, ലംബാർ മസിൽസ് റിക്കവർ ആകും. ഇത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ മസിൽസ് എല്ലാം തന്നെ സ്റ്റിഫൻഡ് ആവും എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് മറ്റൊന്നും ചെയ്യണ്ട. നിങ്ങൾ കഴിച്ചതിന് ശേഷം കറക്റ്റ് ആയിട്ട് ഒരു 100 സ്റ്റെപ്പ് നടക്കുക. 100-200 സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് മാത്രം നിങ്ങൾ ജോലിക്ക് വീണ്ടും ഇരുന്ന് ജോലി ചെയ്യാനായിട്ട് പോവുക. ഇനി നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വീക്കെൻഡ് വാറിയർ സിൻഡ്രോം എന്ന് വിളിക്കും. ഒരു 5 ദിവസം സെഡിനൻറ്ററി ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യും, പ്രത്യേകിച്ച് വർക്കൗട്ട് ഒന്നും ചെയ്യില്ല. ശനിയും ഞായറും മാത്രം ജിമ്മിൽ പോകുന്നു, കുറച്ചു നേരം വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകും. ഈ പോകുന്ന സമയങ്ങളിൽ ക്ലിനിക്കലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. ഈ 5 ദിവസം വെറുതെ ഇരുന്ന് ഡീകണ്ടീഷൻ ആയി കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റത്തെ അല്ലെങ്കിൽ വീക്കെൻഡ് മാത്രം പോയി കുറച്ച് ഇന്റൻസിറ്റി കൂട്ടി സഡൻ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇഞ്ചുറി റിസ്ക് ഡ്രാമാറ്റിക്കലി വളരെയധികം കൂടുതലായിരിക്കും. ഇന്ന് ഡിസ്ക് ഹെർണിയേഷൻ കേസിൽ ഒരു വലിയ പങ്കും ആളുകൾ ഈ ഒരു വീക്കെൻഡ് വാറിയേഴ്സ് ആണ്. നട്ടലിന് വേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലോ ടു മോഡറേറ്റ് മൂവ്മെന്റ്സ് മാത്രമാണ്. അല്ലാതെ ഒറ്റയടിക്ക് ഇന്റൻസിറ്റി വർക്ക് ചെയ്ത് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് കൂട്ടുന്ന ആളുകളെ അല്ല. അങ്ങനെ ചെയ്താൽ ഉണ്ടാവുന്നത് ഹെർണിയേഷൻ, ഡിസ്കിന് ഒരു തിരിച്ചു വരാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു 5 മുതൽ 15 മിനിറ്റ് വരെ ലളിതമായ വ്യായാമങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തു തുടങ്ങുക. ലോ ടു മോഡറേറ്റ് ആയിട്ട് മാത്രം ചെയ്തു തുടങ്ങുക. ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇത് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു അഞ്ചാമതായിട്ട് വരുന്നത്, വേദന വരുമ്പോൾ എക്സസൈസ് ചെയ്യും, വേദന പോകുമ്പോൾ നമ്മൾ ആ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യും. ഇത് വളരെ കോമൺ ആണ് ആൻഡ് മോസ്റ്റ് ഡാമേജിങ് മിസ്റ്റേക്ക് കൂടിയാണ്. സ്പൈൻ സ്ട്രെങ്ത് ബിൽഡ് ആവുന്നത് പെയിൻ ഇല്ലാത്ത നേരത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുമ്പോഴാണ്. പെയിൻ ഫ്രീ ട്രെയിനിങ്ങിന്റെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നോട്ട് ആഫ്റ്റർ ഫ്ലെയർ അപ്പ്. നിങ്ങൾക്ക് വേദന കൂടിക്കഴിഞ്ഞിട്ടല്ല അത് ചെയ്യേണ്ടത്. വേദന ഇല്ലാത്തപ്പോൾ വളരെ ചെറുതായിട്ട് എക്സസൈസ് ചെയ്ത് കൊടുക്കുക, അതിനെ പെയിൻ വരാത്ത രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും കുറെയൊക്കെ IT പ്രൊഫഷണൽസ് ക്ലിനിക്കിൽ വരുമ്പോൾ അവരൊരു കോമൺ ആയിട്ടൊരു കംപ്ലൈന്റ് പറയുന്നത്, ഡോക്ടർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടുവിന് നല്ല കട്ട പിടിച്ചതുപോലെയാണ്. ഒരു 10 മുതൽ 15 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇതൊന്ന് ഓക്കെ ആവുക. ഇതിനെ മോർണിംഗ് സ്റ്റിഫ്നെസ് എന്നാണ് ഞങ്ങൾ പറയുക. ക്ലിനിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും ചലനമില്ലാതെ രാത്രി സ്റ്റാറ്റിക് പൊസിഷനിൽ കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഇതിന്റെ ഒരു ക്ലിനിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുകയാണെങ്കിൽ, ദിവസവും മൂവ്മെന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല. രാത്രി സ്റ്റാറ്റിക് പൊസിഷനിൽ നമ്മൾ ഒരേ കിടപ്പിൽ നമ്മൾ ഉറങ്ങിപ്പോകുന്നു. ഡിസ്കില് ഫ്ലൂയിഡ് ഡൈനാമിക്സ്
അതിന്റെ ഒരു മാറ്റം ഇല്ലാതിരിക്കും. മസിൽസ്, ലിഗമെന്റ്സ് ഓവർ ദ നൈറ്റ് സ്റ്റിഫ് ആകും. രാവിലെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ സ്പൈന് കുറച്ചുകൂടെ സിസ്റ്റം വാമപ്പ് ആവാൻ വേണ്ടി സമയമെടുക്കുന്ന പ്രൊസീജിയറാണ്. ഇത് ബോഡിയുടെ ഒരു ഇയർലി വാർണിംഗ് സിഗ്നൽ ആണ്. ആയുർവേദത്തിന്റെ ഒരു പെർസ്പെക്റ്റീവില് ഇത് വാദത്തിന്റെ അഗ്രവേഷൻ ആണ്. ക്ലാസിക് സൈൻ ആണ് ഇതിന്റെ. വാദം അഗ്രവേറ്റ് ആവുന്നതിന്റെ ഒരു ക്ലാസിക് സൈൻ. വാദം ഡൊമിനന്റ് ആവുമ്പോൾ, കൂടുമ്പോൾ ഡ്രൈനസ് ഉണ്ടാവും, സ്റ്റിഫ്നെസ് ഉണ്ടാവും, റെഗുലർ മൂവ്മെന്റ് പാറ്റേണിനെ ഇത് ബാധിക്കാൻ തുടങ്ങും. ഇങ്ങനെ വരുന്ന സിംറ്റംസിനെ ഇഗ്നോർ ചെയ്യുമ്പോൾ ഒരു 6 മുതൽ 1 കൊല്ലം കൊണ്ട് ക്രോണിക് ആയിട്ടുള്ള ബാക്ക് പെയിൻ പാറ്റേൺ ഉണ്ടായി വരും. ഇതിനെ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഇപ്പോഴേ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഇല്ലാതെ റിവേഴ്സലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, പലരും കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളാണ്. ഓരോ പ്രൊഫഷനിൽ നിന്ന് വരുമ്പോഴും അവരൊരു MRI റിപ്പോർട്ട്, അതിനകത്ത് L4 L5 ഡിസ്ക് ബൾജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. മനസ്സിലാക്കേണ്ടത് ഇതൊരു പാനിക് സിറ്റുവേഷൻ ഒന്നുമല്ല. ഇത് ആദ്യം നമ്മൾ നോക്കുക. ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിനിൽ പബ്ലിഷ് ചെയ്ത ഒരു റിസർച്ച് പേപ്പർ ഉണ്ട്. ബാക്ക് പെയിൻ ഇല്ലാത്ത ഹെൽത്തി ഇൻഡിവിജ്വൽസിനെ MRI സ്കാൻ ചെയ്യുമ്പോൾ 20 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകളിൽ 37% വരെ ഡിസ്കിൽ അബ്നോർമാലിറ്റി ഉണ്ട്. 40 മുതൽ 50 വയസ്സിൽപ്പെടുന്ന ആളുകൾക്ക് ഒരു 80% ആളുകൾക്ക് ഈ ഒരു ഡിസ്ക് ബൾജ് കാണാറുണ്ട്. 60+ ഏജ് ഗ്രൂപ്പിലാണ് അത് ഓൾമോസ്റ്റ് 90% ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഇവിടെ പെയിൻ ഇല്ലാതെ ഡിസ്ക് ബൾജ് കാണിക്കാറുണ്ട്. അതിന് പേടിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഡിസ്ക് ബൾജ് ഈസ് ഈക്വൽ ടു സ്പൈനിന്റെ ഏജിങ്. നട്ടലിനും പ്രായമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു നോർമൽ പാർട്ടായി മാറും. ഡിസ്ക് ബൾജ് ഈസ് അതൊരിക്കലും പെയിനിന്റെ കാരണം ആവണമെന്നില്ല. പെയിൻ ഉണ്ടാവുന്നതിന് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഡിസ്ക് ബൾജ് പ്ലസ് നിങ്ങൾ ഇരിക്കുന്നതിന്റെ പുവർ പോസ്ചർ ഈക്വൽ ടു പെയിൻ അങ്ങനെ ഉണ്ടാക്കാം. ഡിസ്ക് ബൾജ് പ്ലസ് നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള കോർ മസിൽസ്, അത് വേദന ഉണ്ടാക്കാം. ഡിസ്ക് ബൾജ് പ്ലസ് നിങ്ങൾക്ക് ക്രോണിക് ആയിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, ഉറക്കം കുറവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് MRI അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിനെ അല്ല നിങ്ങൾ ചികിത്സിക്കേണ്ടത്. നിങ്ങൾ എന്ന് പറയുന്ന ആ പേഷ്യന്റിനെ ആണ്. ആ പേഷ്യന്റിന്റെ എന്താണോ അവസ്ഥയുള്ളത് ആ അവസ്ഥയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ആയുർവേദിക് ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിന്റെ ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ സ്ട്രെസ് എന്ന് പറയാറുണ്ട്. ഇതൊരു മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ടാണ് ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത്. IT സെക്ടർ ആയിക്കോട്ടെ, ബാങ്കിങ് സെക്ടർ ആയിക്കോട്ടെ, ഏതൊരു സെക്ടർ ആയിക്കോട്ടെ, അവിടെ ഒരു ഡെഡ് ലൈൻ പ്രഷേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ വർക്ക് കൾച്ചറിൽ ഉണ്ടാവുന്നുണ്ട്. പെർഫോമൻസ് ആൻസൈറ്റി അല്ലെങ്കിൽ ആ ജോബിന്റെ ഒരു ഇൻസെക്യൂരിറ്റി, ഏതൊരു ഇതാണെങ്കിലും ഇതെല്ലാം തന്നെ നെർവസ് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രെസ് കൂടുന്നുണ്ട്, കോർട്ടിസോളിന്റെ എലിവേഷൻ നടക്കുന്നുണ്ട്, സിമ്പതറ്റിക് ആയിട്ടുള്ള ഡൊമിനൻസ് അത് മസിൽസിനെ ഗാർഡ് ചെയ്യുന്നുണ്ട്. മസിൽ ഗാർഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ ത്രെറ്റിനെ സെൻസ് ചെയ്ത് മസിൽസ് ക്രോണിക്കലി അത് കൺട്രാക്ട് ചെയ്ത് പ്രൊട്ടക്ട് മോഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ട്രപ്പീസിയസ് മസിൽസ്, റോംബോയിഡ് മസിൽസ്, അങ്ങനെ കുറച്ച് അധികം മസിൽസ് കണ്ടിന്യൂസ്ലി ടൈറ്റ് ആയിട്ടിരിക്കാൻ തുടങ്ങും. അവിടെ ഇസ്കീമിയ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ബ്ലഡ് സപ്ലൈ കുറയും. ഇത് വേദനയുടെ ഒരു കാരണമായി വരും. ഇതിനെ സൈക്കോസൊമാറ്റിക് ബാക്ക് പെയിൻ എന്നാണ് മോഡേൺ മെഡിസിൻസ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുക. ആയുർവേദത്തിൽ ഇതിനെ മാനസിക വാദ വ്യാധി എന്നുള്ള രീതിയിലേക്ക് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ കോറിലേറ്റ് ചെയ്യാൻ സാധിക്കും. മെന്റൽ സ്ട്രെസ് കോസിങ് വാദ ഇംബാലൻസ്, വാദത്തിനെ കൂട്ടുന്നു. അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാതുഗതമായിട്ട് ധാതുവിനെ കുറയുവാനും അതോടൊപ്പം തന്നെ വേദനയെ ട്രിഗർ ചെയ്യുവാനും കൂട്ടുന്നു. ഇത് കാലങ്ങളായി, വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇതിനെ ഈ ഒരു രീതിയിൽ ആയുർവേദത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരേ ഫിനോമിനൻ, പക്ഷെ സംസാരിക്കുന്ന ആ ഡിഫറെന്റ് വൊക്കാബുലറി ആണ്. സെയിം സൊല്യൂഷൻ ആണ്, അഡ്രസ് ചെയ്യുന്നത് റൂട്ടിനെ തന്നെയാണ്. ഇനി IT പ്രൊഫഷൻസിന്റെയും ബാങ്ക് പ്രൊഫഷൻസിന്റെയും അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയീസിന്റെയും പെയിനിനെയും ക്ലിനിക്കലി ഒന്ന് നോക്കിയാൽ ഡിഫറെന്റ് ആണ്. രണ്ടുപേർക്കും രണ്ട് നേച്ചർ ഓഫ് പെയിൻ ആണ്. ബാങ്കിലേക്ക് നോക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഒക്കേഷണൽ ആയിട്ടാണ് ഫോഴ്സ് ചെയ്ത് എണീക്കേണ്ട ഒരു സാഹചര്യം വരിക. അവിടെ ലംബാറിന്റെ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. എപ്പോഴും ക്യാഷ് കൗണ്ടിങ്, സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു മുന്നോട്ടും പുറകോട്ടും ചെരിയുക, തൊറാസിക് സ്ട്രെയിൻ അവിടെ ഉണ്ടാവാറുണ്ട്. കസ്റ്റമറിനെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയ പ്രഷേഴ്സ്, അവിടെ ഹയർ ആയിട്ടുള്ള കോർട്ടിസോൾ ലെവൽ കൂടുക, മസിൽസിന്റെ ഗാർഡിങ്, മസിൽ ടൈറ്റ് ആവുന്ന ഒരു സാഹചര്യം ഒക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്.
അതിന് എല്ലാത്തിനെയും കൂടെ ചേർത്ത് കമ്പൈൻഡ് എഫക്റ്റ് ആയിട്ട് നോക്കിയാൽ ഒരു L4 L5 അതുപോലെ തന്നെ L5S1 പിന്നെ തൊറാസിക് കഴുത്തിന്റെ വശത്തേക്ക് വരികയാണെങ്കിൽ അപ്പർ തൊറാസിക്കിലേക്കൊക്കെ മൾട്ടി ലെവൽ ആയിട്ടുള്ള പെയിൻ പാറ്റേൺ ബാങ്ക് എംപ്ലോയീസിന് ആ രീതിയിലാണ് ഉണ്ടാവുക. എന്നാൽ ഇത് IT പ്രൊഫഷൻസിലേക്ക് വരുമ്പോൾ വേറൊരു രീതിയിലാണ് കാണിക്കുക. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സസ്റ്റൈൻഡ് സിറ്റിംഗ് പോസ്റ്ററാണ് ഉണ്ടാവുക. കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് സ്ക്രീനിലേക്ക് നോക്കുന്ന ഒരു പോസ്റ്റർ അവിടെ ഉണ്ടാവുന്നുണ്ട്. പ്രിഡോമിനന്റ്ലി ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് കഴുത്തിനും കഴുത്തിനും ഇരിക്കുന്ന ലംബാറിന്റെയും മൂവ്മെന്റ് വളരെയധികം കുറവായിരിക്കും. അപ്പൊ ഈ ഒരു രണ്ട് കാറ്റഗറിയിലും ഉണ്ടാവുന്ന ബോഡി മെക്കാനിസം വേറെയാണ്. ഇതുകൊണ്ടാണ് ജനറിക് ആയിട്ടുള്ള എക്സസൈസ് ഒരു പേഷ്യന്റും വർക്ക് ചെയ്യാത്തത്. അസസ്മെന്റ് ബേസ്ഡ് ആയിരിക്കണം ആൻഡ് ഓൾസോ ഇൻഡിവിജ്വൽ അപ്രോച്ച് ആയിരിക്കണം ഇതിന് കൊടുക്കേണ്ടത്. പ്രാക്ടിക്കൽ ആയിട്ട് ഇതൊന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒന്ന്, നിങ്ങൾ ഒരു ടൈമർ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ മുമ്പിൽ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു ടൈമർ വെക്കുക. ഒരു എക്സ്ക്യൂസും കൊടുക്കാതെ തന്നെ ഒരു എണീറ്റ് നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനായിട്ട് കൊടുക്കണം. ഒരു കുറച്ച് ദൂരെ അകലെ ഒരു വാട്ടർ ബോട്ടിലോ എന്തെങ്കിലും ഒന്ന് വെക്കുക. അത് റീഫില്ല് ചെയ്യാനായിട്ട് പോവുക, തിരിച്ചു വരിക. അങ്ങനെ ഒരു റീസെറ്റ് ചെയ്യാനുള്ള ഒരു പാറ്റേൺ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അങ്ങനെ ചെറിയൊരു ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ മോർണിംഗ് റൂട്ടീന് നിങ്ങൾക്ക് എപ്പോഴും ഒരു കാറ്റ് കൗ സ്ട്രെച്ച് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഉണ്ട്. അതൊരു 10 തവണ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ആ എക്സസൈസിന്റെ വീഡിയോസ് എല്ലാം തന്നെ ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കാം, ലിങ്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രാവിലെ എണീറ്റു, പല്ല് തെച്ചു, നിങ്ങളുടെ പ്രാഥമിക കൃത്യങ്ങളെല്ലാം കഴിഞ്ഞാൽ കാറ്റ് കൗ സ്ട്രെച്ചുകൾ ചെയ്യുക. അതുപോലെ തന്നെ നീ ടു ചെസ്റ്റ് കിടന്നുകൊണ്ട് ചെയ്യുന്നത് ബൈലാറ്ററൽ ആയിട്ട് ഒരു 30 സെക്കൻഡ് വീതം ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് സ്ട്രെച്ചിങ് ഒരു 10 റെപ്പിറ്റേഷൻസ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം ഒരു 5 മിനിറ്റിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഒരു മോർണിംഗ് ഷിഫ്റ്റ് ഒരു 80% കുറയും. നമ്മൾ നമ്മുടെ ഒരു വർക്ക് സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും മിറർ ഒരു ഐ ലെവലിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മോണിറ്റർ കുറച്ചുകൂടെ റേസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ചെയറിന്റെ ഹൈറ്റ്, ഓക്കെ, ചെയർ കൃത്യമായിട്ട് കാല് നിലത്തിരിക്കുന്ന രീതിയിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. തറയിൽ നിങ്ങളുടെ കാലിനും കാലിന്റെ പാദവും നേരെ തിരിക്കാൻ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇരിക്കുക. കൈയുടെ റിസ്റ്റ് എപ്പോഴും ഒരു ന്യൂട്രൽ ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും സെറ്റപ്പുകൾ നമ്മൾ ഒരു കൃത്യമായിട്ട് നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്ചർ ലോഡ് വളരെ വളരെ ഡ്രമാറ്റിക്കലി കുറയും, നല്ല രീതിയിൽ കുറയും. ഒരു ഡെയിലി ഒരു 20 മുതൽ 30 മിനിറ്റ് നടക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വീട്ടിൽ പോയിട്ടൊക്കെ വരുമ്പോൾ കൈയൊക്കെ ആട്ടി ഒരു ഹാപ്പി ആയിട്ട് നടക്കാൻ ശ്രമിക്കുക. അപ്പൊ കോർട്ടിസോൾ ലെവല് കുറയും എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റി കൂടുകയും ചെയ്യും. ആൻഡ് ഓൾസോ വൺ മോർ തിങ് യു ഹാവ് ടു ഫോക്കസ് ഈസ് ഓൺ യുവർ കോർ സ്ട്രെങ്ത്. എല്ലാ ആഴ്ചയിലും ഉറപ്പുവരുത്തുക നിങ്ങളുടെ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ്, നിങ്ങളുടെ വയറിന്റെ മസിൽസിന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒപ്പം തന്നെ ഗ്ലൂട്ടിയൽ മസിൽസ്, ഓക്കെ, അതിനും ഒരു ഹിപ്പ് ഹിഞ്ച് പാറ്റേൺ കൃത്യമായിട്ട് നോക്കുക. അപ്പർ ബാക്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊരു റോവിംഗ് മൂവ്മെന്റ് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു 3 മസിൽ ഗ്രൂപ്പിനെ കൃത്യമായിട്ടും ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കൊടുത്തു എന്നുണ്ടെങ്കിൽ തന്നെ സ്പൈൻ ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്റ്റഡ് ആവും എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എനിക്കും അതൊന്ന് കാണാനും മനസ്സിലാക്കാനും സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയാണ് നിങ്ങൾക്ക് കണക്ട് ആവുന്നത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി ഇതിന്റെ ഒരു കരിയർ ഇമ്പാക്റ്റിലേക്ക് വരികയാണ്. നമ്മളൊന്ന് നോക്കിയാൽ ഇതെല്ലാം തന്നെ ഒരു സിംറ്റമാണ്. ബാക്ക് പെയിൻ ഒരു ഡിസ്കംഫോർട്ട് മാത്രമല്ല, ഇതൊരു പ്രൊഫഷണലിയും നമ്മുടെ കരിയറിനെ അഫക്ട് ചെയ്യും. റിസർച്ചുകൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോണിക് ബാക്ക് പെയിൻ ഉള്ള പ്രൊഫഷണൽസ് 40% പ്രൊഡക്ടിവിറ്റി കുറയും എന്നുള്ളതാണ്. അവരുടെ കോൺസെൻട്രേഷൻ സ്പാൻ വളരെ കുറവായിരിക്കും. മെഡിക്കൽ ലീവ് ഫ്രീക്വന്റ്ലി എടുക്കുന്നത് കൂടുതലായിരിക്കും. അവരുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാനുള്ള സാഹചര്യം കൂടുതലാണ്. ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്സ് വളരെ കുറവായിരിക്കും. അവർക്ക് കരിയർ പ്രോഗ്രഷൻ ഉണ്ടാവുന്നതും കുറവായിരിക്കും. സോ ഞാൻ ഈ പറയുന്നത് എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ ഞാൻ പറയുന്നുണ്ട്. ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഒരു സീനിയർ ആയിട്ടുള്ള ഒരു IT ടെക്കിയാണ്, 38 വയസ്സ്. ബാക്ക് പെയിൻ കാരണം പുള്ളിക്ക് പ്രസന്റേഷൻസ് ചെയ്യുന്നതെല്ലാം അവോയ്ഡ് ചെയ്തിരുന്നു. കാരണം കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അത് ആ വ്യക്തിയുടെ കോൺഫിഡൻസിനെ ഇത് അഫക്റ്റ് ചെയ്തിരുന്നു. ട്രീറ്റ്മെന്റ് ഓരോ 3 മാസം കൂടുമ്പോഴും ഒന്ന് വന്ന് തിരുമിയിട്ട് പോകും. ഈ തിരുമ കൊണ്ട് മാത്രമല്ല അത് റിസോൾവ് ആവുക. അവർ ഡെയിലി റൂട്ടീൻസിൽ കാര്യങ്ങൾ ഇതെല്ലാം മാറ്റിയാൽ
നല്ല റിക്കവറി ഉണ്ടാവും. ഒപ്പം തന്നെ പ്രൊഫഷണലി അവർക്ക് ആ കോൺഫിഡൻസ് കൂടുകയും ചെയ്യും. അത് കൂടുതൽ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നുണ്ട്. അപ്പൊ ബാക്ക് പെയിനെ ചികിത്സിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നടുവേദനയെ ചികിത്സിക്കുക മാത്രമല്ല, നിങ്ങളുടെ കരിയറിനെ പ്രൊട്ടക്ട് ചെയ്യുകയും കൂടിയാണ് എന്നുള്ള ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ലാസ്റ്റ്, ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കണ്ടത് ഒരു വളരെ കോ ഇൻസിഡന്റ് ആയിട്ടൊന്നും അല്ല നിങ്ങൾ ഇത് കണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബാക്ക് പെയിനിന് ഒരു റീസൺ ഉണ്ട്, അതിനൊരു സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. സർജറി എല്ലാത്തിനും ഒരു ഇന്നവിറ്റബിൾ ഒന്നും അല്ല, സർജറി എല്ലാത്തിനും ഒന്നും വേണമെന്നില്ല. പെയിൻ പെർമനന്റും അല്ല. ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ ജോലി നിങ്ങളുടെ നടുവേദനയുമായിട്ടൊന്നും ശത്രുക്കളായിട്ടൊന്നും കൊണ്ടുപോകണ്ട. നിങ്ങളുടെ ജോലി അത് മെച്ചപ്പെട്ട് നടക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ മെച്ചമായിട്ട് കൊണ്ടു നടക്കണം. അപ്പോൾ ചോയ്സ് നിങ്ങളാണ് എടുക്കേണ്ടത്. നട്ടലിന് മൂവ്മെന്റ് കൊടുക്കുക, സ്ട്രെങ്ത് ഉണ്ടാക്കുക, റിക്കവറി ടൈം കൊടുക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ 40കള് 50കള് 60കളിലും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നട്ടലിന്റെ ബലത്തോടു കൂടി തന്നെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. ഞാൻ ബിലീവ് ചെയ്യുന്നത് ഈ ഒരു ഡെയിലി റൂട്ടീൻസും പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂട്ട് കോസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% റിക്കവറി നിങ്ങൾക്ക് കിട്ടും. ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ഈ ഒരു 6 ഫാക്ടേഴ്സും, അതായത് സെഡിനെന്ററി ആയിട്ട് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവര്, പോസ്ചർ, രാവിലത്തെ സ്റ്റിഫ്നെസ്, റിപ്പോർട്ടുകൾ, MRI റിപ്പോർട്ടുകൾ, അതോടൊപ്പം തന്നെ സ്ട്രെസ് ഫാക്ടേഴ്സ്, ബാക്കിലെ വീക്ക് ആയിട്ടുള്ള കോർ മസിൽസ്, ഇതിൽ ഏതാണ് നിങ്ങളുടെ മെയിൻ പ്രോബ്ലം എന്നൊന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിലേക്ക് എഴുതുക ഒറ്റ വാക്കിൽ. പോസ്ചർ ആണോ, സ്ട്രെസ് ആണോ, മോർണിംഗ് സ്റ്റിഫ്നെസ് ആണോ, വിച്ച് എവർ അപ്ലൈസ്. ഞാൻ പേഴ്സണലി ഞാനത് വായിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് വീഡിയോയുടെ ടോപ്പിക്ക് ഡിസൈഡ് ചെയ്യാൻ അതൊരു സഹായിക്കും. ഇനി ഈ വീഡിയോ നിങ്ങളുടെ ഒരു ഓഫീസിലെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇതൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഇന്ന് നിങ്ങളുടെ കൊളീഗും ഇതേ ഒരു വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫോർമേഷൻ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ഇനി നിങ്ങൾക്ക് ഈ ഒരു നടുവേദനയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു മാസ്റ്റർ ക്ലാസ് ചെയ്യുന്നുണ്ട്. അതിൽ അസസ്മെന്റ് മെത്തേഡ് ഉണ്ട്, റൂട്ട് കോസ് ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, 4 വീക്ക് സ്പൈൻ റീസ്റ്റോറേഷൻ പ്ലാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. See you in the next video.